ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി. അപ്പോൾ ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ യൂണിറ്റ് 1 ആയ ടെൻഡർ ടച്ച് എന്ന് പറയുന്ന യൂണിറ്റിലെ മുഴുവൻ ആക്ടിവിറ്റികളുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പാഠത്തിൻ്റെ മുഴുവൻ എക്സ്പ്ലനേഷനും മലയാളത്തിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത എല്ലാ കൂട്ടുകാരും അതുപോലെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഈ പാഠം മനസ്സിലാവാത്ത കൂട്ടുകാർക്കെല്ലാം അത് ഉപകാരപ്പെടും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവേ. ഈ വീഡിയോയിൽ നമ്മൾ ഈ പാഠത്തിലെ എല്ലാ ആക്ടിവിറ്റീസും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആക്ടിവിറ്റി 1, ഐഡൻറ്റിഫൈ ദ റൈമിംഗ് വേർഡ്സ് ആൻഡ് ഗീവ് ദ സെയിം കളർ ടു ഈച്ച് പെയർ. അവിടെ 3 ബലൂൺസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഗ്രീൻ, യെല്ലോ, ബ്ലൂ ഷെയ്ഡിലാണ് ബലൂൺസ് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ഒരു റൈമിംഗ് വേർഡാണ്. അതിനോട് യോജിച്ച റൈമിംഗ് വേർഡ് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് കുറച്ച് റൈമിംഗ് വേർഡ്സും കൂടെ തന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് ഗ്രീൻ കളറിന് മാച്ച് ആവുന്ന റൈമിംഗ് വേർഡ് ഉള്ള ബലൂണിന് ഗ്രീൻ കളർ കൊടുക്കുക, യെല്ലോ കളറിന് യെല്ലോ കളർ തന്നെ കൊടുക്കുക, അതുപോലെ ബ്ലൂ കളറിന് മാച്ച് ആയിട്ടുള്ള റൈമിംഗ് വേർഡ് ബ്ലൂ കളർ കൊടുക്കുക. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഫസ്റ്റത്തെ റൈമിംഗ് വേർഡ് എന്താണ്? ഫ്രോൺ. അപ്പോൾ റൈമിംഗ് വേർഡ്സ് എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാം അല്ലേ? സെയിം സൗണ്ട്സ് വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രോൺ എന്ന് പറയുന്ന റൈമിംഗ് വേർഡിന് ഇവിടെ താഴെ ഏത് റൈമിംഗ് വേർഡാണ് മാച്ച് ആവുന്നത്? ഡൗൺ എന്നുള്ള വേർഡാണല്ലേ? അപ്പോൾ ഫ്രോൺ, ഡൗൺ എന്ന് പറയുന്നതാണ് ഒരു റൈമിംഗ് വേർഡ്. അപ്പോൾ ആ ഒരു ഡൗൺ എന്ന് പറയുന്ന വേർഡിൻ്റെ മേലെയുള്ള ബലൂണിന് നമ്മൾ ഗ്രീൻ കളർ കൊടുക്കുക. അടുത്തതാണ് ഹോൾഡ്. ഹോൾഡ് എന്ന് പറയുന്ന യെല്ലോ ബലൂണിന് മാച്ച് ആയിട്ടുള്ള റൈമിംഗ് വേർഡ് താഴെ ഏതാണ്? യെസ്, ഗോൾഡ് ആണ്. അപ്പോൾ ഗോൾഡ് എന്ന് പറയുന്ന ബലൂണിന് നമ്മൾ യെല്ലോ കളർ കൊടുക്കുക. അടുത്തത് ഹാൻഡ് എന്ന് പറയുന്ന ബ്ലൂ ബലൂണിന് ഏതാണ് മാച്ച് ആയിട്ടുള്ളത്? അപ്പോൾ ഹാൻഡ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന ആ ഒരു റൈമിംഗ് വേർഡാണല്ലേ അതിന് മാച്ച് ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന ബലൂണ് നമ്മൾ ബ്ലൂ കളർ കൊടുക്കുക. അപ്പോൾ ഫ്രോൺ, ഡൗൺ, അതുപോലെ ഹോൾഡ്, ഗോൾഡ്, ഹാൻഡ്, അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇതാണ് ഇതിലെ റൈമിംഗ് വേർഡ്സ്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2 എന്താണ്? കംപ്ലീറ്റ് ദ പോം യൂസിങ് ദ ക്ലൂസ് ഗിവൺ ഇൻ ദ ബോക്സ്. ആ ബോക്സിൽ നമുക്ക് കുറച്ച് ക്ലൂ കൊടുത്തിട്ടുണ്ട്. ആ ക്ലൂസൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു പോം കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പോമത്തിൻ്റെ പേരെന്താണ്? മൈ ഫ്രണ്ട് എന്നാണ് പേര്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബട്ടർഫ്ലൈ ഫ്ലട്ടറിങ് ഇൻ ദ ഗാർഡൻ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ പീകോക്ക് ഡാൻസിങ് ഇൻ ദ വുഡ്സ്. അടുത്തതാണ് മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ. അടുത്ത വരി നോക്കാം. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ സ്റ്റാർ ഷൈനിങ് ഇൻ ദ സ്കൈ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബോട്ട് ഫ്ലോട്ടിംഗ് ഓൺ ദ റിവർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലൈൻസ് ആഡ് ചെയ്യേണ്ടത്. ആക്ടിവിറ്റി 3, ലെറ്റ്സ് ഡിസ്കസ്. നമുക്ക് ഡിസ്കസ് ചെയ്യാൻ അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഡസ് യുവർ മദർ ഡു അറ്റ് ഹോം? എന്താണ് നിങ്ങളുടെ അമ്മ വീട്ടിൽ ചെയ്യാറ്? എന്ത് പണികളൊക്കെയാണ് ചെയ്യാറ്? വീട്ടിലെ എല്ലാ ജോലികളും അമ്മയാണല്ലേ ചെയ്യുന്നത്. വെസൽ ക്ലീനിങ്, ക്ലോത്ത് വാഷിങ്, അതേപോലെ സ്വീപ്പിങ്, അതേപോലെ എല്ലാ ജോലികളും അമ്മയാണ് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മ എന്തൊക്കെയാണ് ചെയ്യുന്നത്? കുക്കിങ് എല്ലാതും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ അവിടെ എഴുതി ചേർക്കണം. അപ്പോൾ അത് നിങ്ങൾക്കുള്ളൊരു വർക്കാണ്. വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് ഹോം? എന്താണ് നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ വീട്ടിൽ ചെയ്യാറ്? അതുപോലെ ഡു യു ഹെൽപ്പ് യുവർ പാരൻസ്? ഹൗ? നിങ്ങൾ നിങ്ങളുടെ അമ്മയെയോ അച്ഛനെയോ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാറ് എന്നും കൂടെ അവിടെ എഴുതി ചേർക്കണേ. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ളൊരു വർക്കാണ് കേട്ടോ. കൂട്ടുകാർ ഇത് ചെയ്ത് നോക്കൂ കേട്ടോ. ആക്ടിവിറ്റി 4, റൈറ്റ് സഷാസ് തോട്ട്സ്. സഷയുടെ തോട്ട്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സഷ ഓഫേർഡ് ആൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് അക്സെപ്റ്റിംഗ് ഇറ്റ്. വാട്ട് കുഡ് ബി സഷാസ് ഫീലിംഗ്? സഷ ഒരു ഉണ്ണിയപ്പം ആ കുട്ടിക്ക് ഓഫർ ചെയ്തു അല്ലേ? പക്ഷേ ആ കുട്ടി അത് വാങ്ങാതെ ഓടിക്കളഞ്ഞു. അപ്പോൾ എന്തായിരിക്കും സഷയ്ക്ക് തോന്നിയിട്ടുണ്ടാവുക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതാണ് നമ്മളവിടെ എഴുതേണ്ടത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ വായിച്ചവർക്കേ മനസ്സിലാവൂ എന്താണ് സഷ ആ ഉണ്ണിയപ്പം കൊടുത്തപ്പോൾ ആ കുട്ടി വാങ്ങാതിരുന്നത് എന്നെല്ലാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ആദ്യം നിങ്ങൾ ആ ചാപ്റ്ററിൻ്റെ വീഡിയോ കാണണം കേട്ടോ. എന്നിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാൻ, എങ്കിലേ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ മനസ്സിലാവുകയുള്ളൂ. സഷയുടെ തോട്ട്സ് എന്താണെന്ന് നോക്കാം. വൈ ഡിഡിൻ ദ ഗേൾ ടേക്ക് ദ ഉണ്ണിയപ്പം? എന്തുകൊണ്ടാണ് ഈ ഉണ്ണിയപ്പം ആ പെൺകുട്ടി എടുക്കാതിരുന്നത്? ഡിഡ് ഐ സേ സംതിങ് റോങ്? ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ? വാസ് ഷീ നോട്ട് ഹംഗ്രി? അവൾക്ക് ഇനി വിശപ്പില്ലാത്തത് കൊണ്ടായിരിക്കുമോ? ദെൻ വൈ ഡിഡ് ഷീ കം ഹിയർ? എന്തുകൊണ്ടാണ് അവൾ ഇവിടെ വന്നത്? ഷീ ലുക്സ് ലൈക്ക് എ പുവർ ഗേൾ. അവളൊരു പാവപ്പെട്ട കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹെർ ഡ്രസ് ഈസ് ടോൺ. അവളുടെ ഡ്രസ്സൊക്കെ ആകെ ടോൺ ആയിട്ടുണ്ട്. വൈ ഈസ് ഹെർ ഹെയർ ഷബ്ബി? എന്തുകൊണ്ടാണ് അവളുടെ ഹെയർ ഇങ്ങനെ ഷബ്ബി ആയിട്ടിരിക്കുന്നത്? ഡിഡിൻ ഹെർ മദർ കോംബ് ഹെർ ഹെയർ? അവളുടെ അമ്മ അവളുടെ ഹെയർ ഒന്നും കോംബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവില്ലേ, ചീകി കൊടുത്തിട്ടുണ്ടാവില്ലേ? വൈ ഈസിൻ ഷീ അറ്റ് സ്കൂൾ നൗ? എന്തിനാണ് അവളിപ്പോൾ സ്കൂളിലേക്ക് വന്നത്? ഐ വണ്ടർ വേർ ഷീ ലീവ്സ്. ഞാൻ എവിടെയാണ് അവൾ ജീവിക്കുന്നത് എന്ന് കണ്ടിട്ട് ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി.
പുവർ ഗേൾ, ഐ ഫീൽ പിറ്റി ഫോർ ഹെർ. എനിക്ക് അവളോട് സഹതാപം തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും അല്ലേ സഷ ചിന്തിച്ചിട്ടുണ്ടാവുക. അടുത്തത് ആക്ടിവിറ്റി 5. സഷ ടോൾഡ് അനു ടീച്ചർ അബൌട്ട് കവിത. കവിതയെക്കുറിച്ച് അനു ടീച്ചറോട് സഷ പറയുകയാണ്. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സഷ ആൻഡ് ഹെർ ടീച്ചർ. അവളുടെ ടീച്ചറും സഷയും തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സഷ അവിടെ പറയുന്നുണ്ട്, ടീച്ചർ ഓൺ അവർ വേ ഹോം വി സോ എ ഗേൾ. നമ്മൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടു ടീച്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ ടീച്ചറൊക്കെ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ടീച്ചർ അവൾക്ക് എന്താണ് റിപ്ലൈ കൊടുത്തത്? എ ഗേൾ, വിച്ച് ഗേൾ? ഗേളോ, ഏത് ഗേളാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സഷ പറയാണ്, എ പുവർ ഗേൾ, ഐ സോ ഹെർ ഇൻ ഫ്രണ്ട് ഓഫ് അവർ ക്ലാസ് റൂം ഇൻ ദിസ് മോർണിംഗ് ടു. ഒരു പാവപ്പെട്ട കുട്ടിയാണ്, അവളെ ഞാൻ രാവിലെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഫ്രണ്ടിലും കണ്ടു എന്ന് പറയുകയാണ്. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ഹെർ പ്രോബ്ലം? എന്താണ് അവളുടെ പ്രോബ്ലം എന്ന് ചോദിക്കുകയാണ്. സഷ പറയുകയാണ്, സി ഹാസ് ഗുഡ് ഇൻട്രസ്റ്റ് ഇൻ കമ്മിങ് ടു സ്കൂൾ ആൻഡ് സ്റ്റഡിയിങ് ബട്ട് ദേ ആർ ഫിനാൻഷ്യലി അൺഎബിൾ ടു ഡു സോ. അവൾക്ക് സ്കൂളിലേക്ക് വരാനും പഠിക്കാനും ഒക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ അവർക്ക് എന്താണ് സാമ്പത്തികമായിട്ട് അവർ പിന്നോക്കമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ടീച്ചർ പറയുകയാണ് അവളോട്, ഡോണ്ട് വെറി, അവർ ഹെഡ് മാസ്റ്റർ ഈസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ടുഡേ, ലെറ്റ് മീ കോണ്ടാക്ട് ഹിം. നീ വിഷമിക്കേണ്ട, നമ്മുടെ ഹെഡ് മാസ്റ്റർ പുറത്താണ്, ഞാൻ അവരുമായി സംസാരിക്കാമെന്ന് പറയുകയാണ് അല്ലേ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കോൺവെർസേഷൻ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 6. മിസ് അനുപമ സ്റ്റാർട്ടഡ് മെസ്സേജിങ് ദ ഹെഡ് മാസ്റ്റർ. ഹെഡ് മാസ്റ്ററിന് അനുപമ മിസ് എന്താണ് മെസ്സേജ് അയക്കാൻ തുടങ്ങി. സെലക്ട് സ്യൂട്ടബിൾ ഡയലോഗ്സ് ആൻഡ് ഫിൽ അപ്പ് ദ ചാറ്റ് ബോക്സ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് നമ്മളോട് സെലക്ട് ചെയ്തിട്ട് ആ ബോക്സിൽ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ് അതൊക്കെ? ഹൂ വേർ ദേ വാണ്ടഡ് ടു അഡ്മിറ്റ് എ ഗേൾ ടു അവർ സ്കൂൾ, വൈ ഡിഡ് ദേ കം ടുഡേ, 2 of our students came to me, സഷ ആൻഡ് നവീൻ, ഹായ് അനുപമ ടീച്ചർ. അപ്പോൾ ഇതാണ് നമുക്ക് കൊടുത്തിട്ടുള്ള കുറച്ച് ഡയലോഗ്സ്. അപ്പോൾ നമുക്ക് അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഡയലോഗ്സ് എഴുതി ചേർക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലേ ടീച്ചർ, ഹലോ സാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സാർ എന്തായിരിക്കും ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് നോക്കാം. അപ്പോൾ സാറ് പറയാണ്, ഹായ് അനുപമ ടീച്ചർ എന്ന് പറയുന്നുണ്ട്. പിന്നെ ടീച്ചർ റിപ്ലൈ കൊടുക്കുന്നുണ്ട്, ടുഡേ 2 of our students came to me. ഇന്ന് നമ്മുടെ 2 കുട്ടികൾ എൻ്റെ അടുത്തേക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാറ് ചോദിക്കുകയാണ്, ഹൂ വേർ ദേ, ആരാണ് അവരെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ടീച്ചർ പറയുന്നുണ്ട്, സഷ ആൻഡ് നവീൻ ആണ് എന്ന്. അപ്പോൾ സാറ് ചോദിക്കുകയാണ്, വൈ ഡിഡ് ദേ കം, എന്തിനാണ് അവർ വന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ടീച്ചർ റിപ്ലൈ കൊടുക്കുന്നുണ്ട്, ദേ വാണ്ടഡ് ടു അഡ്മിറ്റ് എ ഗേൾ ഇൻ അവർ സ്കൂൾ. അവർക്ക് നമ്മുടെ സ്കൂളിൽ ഒരു പെൺകുട്ടിയെ ചേർക്കണം, അതിന് വേണ്ടിയിട്ടാണ് വന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ സാറ് പറയുന്നുണ്ട് അവിടെ, നോ ഇഷ്യൂസ്, വി ഷാൾ ഡു ഇറ്റ്. ഒരു ഇഷ്യൂ ഇല്ല, നമുക്കത് ചെയ്യാമെന്ന് പറയുകയാണ്. താങ്ക് യു സോ മച്ച് എന്ന് ടീച്ചറും പറയുന്നുണ്ട് അല്ലേ. അടുത്തതാണ് ആക്ടിവിറ്റി 7. പുട്ട് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ പിക്ചേഴ്സ് ദാറ്റ് റിഫ്ലക്ട് ആക്ട്സ് ഓഫ് കൈൻഡ്നസ് ആൻഡ് കമൻറ്റ് ഓൺ ദം. ഇവിടെ കുറച്ച് കാരുണ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനോട് നമ്മൾ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. 3 നല്ല കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റത്തേത് എന്താണ്? ഫസ്റ്റത്തേത് ഒരു കുട്ടി ഒരു വൃദ്ധയായ മനുഷ്യനെ റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കുകയാണ് അല്ലേ. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. അടുത്തത് ടിക്കിട്ടിട്ടുള്ളത് എന്താണ്? ഒരു വൃദ്ധനായ മനുഷ്യന് അല്ലെങ്കിൽ ഒരു വയ്യാത്ത മനുഷ്യന് ഒരു കുട്ടി വെള്ളം കൊടുക്കുകയാണല്ലേ. അപ്പോൾ അതും നല്ലൊരു കാര്യമാണ്. മൂന്നാമത്തേത് എന്താണ്? പരിക്ക് പറ്റിയ ഒരു മൃഗത്തെ ഒരു കുട്ടി സംരക്ഷിക്കുകയാണല്ലേ. അപ്പോൾ അതും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇവിടെ കൈൻഡ്നെസ്, അതായത് കാരുണ്യപരമായ കാര്യങ്ങൾ. അടുത്തത് ആക്ടിവിറ്റി 8. സം ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ, റൈറ്റ് ദം ഇൻ ഓർഡർ. അപ്പോൾ നമ്മുടെ സ്റ്റോറിയിലുള്ള കുറച്ച് ഇവൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമ്മളോട് ഓർഡർ ആക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓർഡർ അല്ലാത്തതൊന്ന് വായിച്ചു നോക്കാം. ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സഷ ആൻഡ് നവീൻ. അപ്പോൾ അത് ലാസ്റ്റത്തേതാണല്ലേ. ഹെഡ് മാസ്റ്റർ സഷയെയും നവീനെയും കൺഗ്രാജുലേറ്റ് ചെയ്തു. സഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത. കവിതയെ സഷയും നവീനും കാണാൻ ചെന്നു. കവിത വാസ് ക്രാഡ്ലിംഗ് ഹെർ യങ്ങർ ബ്രദർ. കവിത അവളുടെ ഇളയ സഹോദരനെ തൊട്ടിലാട്ടുകയായിരുന്നു. നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. നവീൻ വിൻഡോയ്ക്ക് അടുത്തുള്ള ഒരു ഗേളിനെ നോട്ടീസ് ചെയ്തു. സഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. കവിതയ്ക്ക് ഒരു പിക്ചർ സ്റ്റോറി ബുക്ക് സഷ നൽകി. അപ്പോൾ ഇത് നമ്മളോട് ഒരു ഓർഡർ ആക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനും നമ്മൾ ചാപ്റ്റർ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഓർഡർ ആക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റത്തേത് നവീൻ നോട്ടീസ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. സെക്കൻഡ് വൺ ഈസ് സഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത. തേർഡ് വൺ കവിത വാസ് ക്രാഡ്ലിംഗ് ഹെർ യങ്ങർ ബ്രദർ. മൂന്നാമത്തേതാണ് സഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. ലാസ്റ്റ് നടന്നതാണ് ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സഷ ആൻഡ് നവീൻ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഓർഡർ ആക്കിയിട്ട് എഴുതേണ്ടത്.
ഒമ്പതാമത്തെ ആക്ടിവിറ്റിയാണ് ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ സീൻ. അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലേ, അപ്പോൾ ആ ഒരു പിക്ചർ നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു സീൻ തന്നിട്ട് നമ്മളോട് ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറയുമ്പോൾ നമ്മൾ ആ പിക്ചറിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു പിക്ചറിൽ ഉള്ളത് എന്ന് നോക്കിയാലോ. ദർ ഈസ് എ സ്മോൾ ടെൻറ്റ് ഇൻ ദ പിക്ചർ. ആ ഒരു പിക്ചറിൽ ചെറിയൊരു ടെൻറ്റ് ഉണ്ട്. മദർ ഈസ് കുക്കിംഗ് ഫുഡ് ഇൻ ദ പോട്ട്. പോട്ടിൽ എന്താണ്, മദർ ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ട്. കബിത ഈ സ്റ്റാൻഡിങ് നിയർ ഹെർ മദർ. കബിത അവളുടെ അമ്മയുടെ അടുത്ത് നിൽക്കുന്നുണ്ട്. ദർ ഈസ് എ ഡോഗ് നിയർ ടു കബിത. കബിതയുടെ അടുത്ത് എന്താണ്, ഒരു ഡോഗ് ഉണ്ട്. കബിതാസ് യങ്ങർ ബ്രദർ ഈ സ്ലീപ്പിംഗ് ഇൻ ദ ക്രാഡിൽ. തൊട്ടിലിൽ കബിതയുടെ യങ്ങർ ബ്രദർ ഉറങ്ങുന്നുണ്ട്. ദർ ഈസ് 2 ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ആകാശത്ത് 2 ബേർഡ്സ് പറക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് ഈ ഒരു പിക്ചറിലുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ എഴുതാൻ പറഞ്ഞാൽ എഴുതേണ്ടത്. ആക്ടിവിറ്റി 10 റീഡ് ദ സെൻറ്റൻസസ് ഗിവൺ ആൻഡ് മാച്ച് ദം വിത്ത് ദ ഇമോജീസ്. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് സെൻറ്റൻസസ് തന്നിട്ടുണ്ട്. ആ ഒരു സെൻറ്റൻസ് വായിച്ചിട്ട് നമ്മളോട് 3 ഇമോജി അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ആ ഇമോജി മാച്ച് ആയത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ്, കബിത വാസ് സർപ്രൈസ്ഡ് ടു റിസീവ് ദ സ്റ്റോറി ബുക്ക് ഫ്രം സഷ. സഷയിൽ നിന്ന് ഒരു സ്റ്റോറി ബുക്ക് ലഭിച്ചപ്പോൾ കബിത ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അപ്പോൾ ആ ഒരു സർപ്രൈസ് ആയി എന്നത് കാണിക്കുന്ന ഇമോജിയാണ് നമ്മളവിടെ എഴുതേണ്ടത്. അപ്പോൾ ആ ഒരു ഇമോജി സി എന്ന് പറയുന്ന ഇമോജിയാണ്. അടുത്തത് രണ്ടാമത്തേത്, സഷ ആൻഡ് നവീൻ ബിക്കെയിം ഹാപ്പി വെൻ ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് ദം. ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റ് ചെയ്ത സമയത്ത് സഷയും നവീനും ഭയങ്കര ഹാപ്പി ആയി. അപ്പോൾ ഹാപ്പി ആയി എന്ന് കാണിക്കാനുള്ള ഒരു ഇമോജിയാണ് അവിടെ കൊടുക്കേണ്ടത്. എ എന്ന് പറയുന്ന ഇമോജിയാണ് കേട്ടോ കൊടുക്കേണ്ടത്. മൂന്നാമത്തേത്, സഷ സോ ദ ഗേൾ ഇൻ എ ടോൺ ഡ്രസ് ഷീ ബിക്കെയിം സാഡ്. സഷ ഒരു ഗേളിനെ ടോൺ ഡ്രസ്സിൽ കണ്ടു, അവൾക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ സങ്കടമായി എന്ന് കാണിക്കാനുള്ള ഇമോജിയാണ് നമ്മളവിടെ എഴുതേണ്ടത്. ബി എന്ന് പറയുന്ന ഇമോജിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇമോജി സെൻറ്റൻസിന് മാച്ച് ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്തത് ആക്ടിവിറ്റി 11 സോൾവ് ദ പസിൽ. ഇവിടെ ഒരു പസിൽ തന്നിട്ടുണ്ട്. ആ പസിൽ നമ്മളോട് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡൗണിലേക്കുള്ളതും അക്രോസിലേക്കുള്ളതും നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കുറച്ച് സെൻറ്റൻസുകൾ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്, വി ഗോ ടു ഡാഷ് ടു സ്റ്റഡി. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് എവിടേക്കാണ് പോകാറ്, നമുക്കറിയാം അല്ലേ, സ്കൂൾ. അപ്പോൾ നമ്മൾ ഡൗൺ ആയിട്ടാണ് സ്കൂൾ എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെയാണ് കൂട്ടുകാരെ എഴുതേണ്ടത്. അടുത്തത് രണ്ടാമത്തേത്, എ ഡ്രസ് ഫോർ ഗേൾസ്. ഗേൾസ് യൂസ് ചെയ്യുന്ന ഒരു ഡ്രസ്സ് എന്താണ്, സ്കേർട്ട്. മൂന്നാമത്തേതാണ് എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ്സ് യു വെൽ. നമ്മളെ കൂടുതൽ മനസ്സിലാക്കുന്ന ഒരാൾ ആരാണ്, തേർഡ് വൺ ഈസ് ഫ്രണ്ട്. അഞ്ചാമത്തേത് ടച്ചഡ് ജെന്റ്ലി ആയിട്ട് ടച്ച് ചെയ്യുന്നത് നമ്മൾ എന്താണ് പറയുക, പാറ്റഡ് എന്നാണ് പറയുന്നത്. അടുത്തത് അക്രോസ് ആയിട്ട് നാലാമത്തേത് ഈഗർ ടു ലേൺ ഓർ നോ സംതിങ്. എന്തെങ്കിലും കാര്യം പെട്ടെന്ന് അറിയാനും അതേപോലെ പഠിക്കാനും നമുക്കൊരു സംഭവം ഉണ്ടാവില്ല, അതിനെന്താണ് പറയുക, അതെ ആ ഒരു വേർഡാണ് ക്യൂരിയസ്. അടുത്തതാണ് എ സ്വിമ്മിങ് ബേബി ബെഡ്. ഒരു സ്വിമ്മിങ് ചെയ്യുന്ന ബേബി ബെഡ്, അതായത് എന്താണ്, ക്രാഡിലാണല്ലേ. അടുത്തത് ആക്ടിവിറ്റി 12 ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് മേക്ക് എ ലിസ്റ്റ് ഓഫ് തിങ്സ് ഇൻ ദ കിച്ചൺ. അവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. ആ പിക്ചർ നോക്കിയിട്ട് കിച്ചണിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളോട് എന്താണെന്നുള്ളത് അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ദം ബിലോ, താഴത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വിസിറ്റ് യുവർ കിച്ചൺ ആൻഡ് ആഡ് മോർ ഐറ്റംസ് ടു ദ ലിസ്റ്റ്. നമ്മുടെ കിച്ചണ് വിസിറ്റ് ചെയ്തിട്ട് നമ്മുടെ കിച്ചണിൽ എന്തൊക്കെയുണ്ട് കൂടുതലായിട്ടുള്ള ഐറ്റംസ് അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. കിച്ചൺ ഓർക്കസ്ട്ര എന്നാണ് നമ്മുടെ കിച്ചൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണുള്ളത് എന്ന് എഴുതി നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ്, പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂണ്, കട്ടിംഗ് ബോർഡ്, പാൻ, റോളിംഗ് പിൻ, വിസ്ക്, കണ്ടെയ്നർ കുക്കർ, കപ്പ്, ഗ്രേറ്റർ, പില്ലർ, മിക്സിംഗ് ബൗൾ, ഓവൻ, ഗ്ലൗസ്, ബൗൾ, ഷിയേഴ്സ്, ബ്ലെൻഡർ, സ്പാച്ചുല, ക്യാൻ ഓപ്പണർ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെയാണല്ലേ കിച്ചണിൽ ഉണ്ടാവുക. അപ്പോൾ ഇനിയും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ കിച്ചണിലൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടി എഴുതി ചേർക്കാം കേട്ടോ കൂട്ടുകാർക്ക്. നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്തത് ആക്ടിവിറ്റി 13 ക്ലാസിഫൈ ദ ഗിവൺ ടേംസ് ഇൻ ടു കിച്ചൺ യൂട്ടൻസിൽസ്. ഫുഡ് ഐറ്റംസ് ആൻഡ് ഫുഡ് ഇൻഗ്രീഡിയൻസ്. കളക്ട് പിക്ചേഴ്സ് ഓഫ് ദീസ് ആൻഡ് മേക്ക് ആൻ ആൽബം. ഇവിടെ കുറേ ടേംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മളോട് കിച്ചൺ യൂട്ടൻസിൽസ് ഏതാണെന്നും ഫുഡ് ഐറ്റംസും ഫുഡ് ഇൻഗ്രീഡിയൻസും നമ്മൾ ഓരോ ബോക്സിൽ വേർതിരിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് ഇതിൻ്റെയൊക്കെ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട് ഒരു ആൽബം ഉണ്ടാക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൂട്ടുകാർക്കുള്ളൊരു വർക്കാണ്. അപ്പോൾ കൂട്ടുകാർ എല്ലാത്തിൻ്റെയും കുറേ ഐറ്റംസിൻ്റെ പിക്ചേഴ്സൊക്കെ കളക്ട് ചെയ്തിട്ട് ഒരു ആൽബം ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് കിച്ചൺ യൂട്ടൻസിൽസിലും അതേപോലെ ഫുഡ് ഐറ്റംസിലും ഫുഡ് ഇൻഗ്രീഡിയൻസിലും വരുന്നത് എന്ന് നമുക്ക് നോക്കാം.
കിച്ചൺ യൂട്ടൻസിൽസിൽ വരുന്നത് സ്പൂണ്, പ്ലേറ്റ്, പ്രഷർ കുക്കർ, ബൗൾ, നൈഫ് ഒക്കെയാണ്. ഫുഡ് ഐറ്റംസിൽ വരുന്നത് എഗ്ഗ്, ബനാന, ടൊമാറ്റോ, ജിഞ്ചർ, ബോയിൽഡ് റൈസ് ഒക്കെയാണ് വരുന്നത്. ഫുഡ് ഇൻഗ്രീഡിയൻസ് ആണ് ചില്ലി പൗഡർ, സാൾട്ട്, ടീ ലീവ്സ്, സാമ്പാർ പൗഡർ ഒക്കെ. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ ഫുഡ് ഐറ്റംസും ഫുഡ് ഇൻഗ്രീഡിയൻസും അതേപോലെ കിച്ചൺ യൂട്ടൻസിൽസും. അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്തത് ആക്ടിവിറ്റി 14. അമ്മ, ഷോൾ ഐ ടേക്ക് സം ഉണ്ണിയപ്പം ടു സ്കൂൾ? സഷ ആസ്കഡ്. അമ്മ, ഞാൻ കുറച്ച് ഉണ്ണിയപ്പം സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് സഷ ചോദിച്ചു. വാട്ട് വുഡ് യു ലൈക്ക് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്? നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഫ്രണ്ടുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹം എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ ഡാഷ് വിത്ത് മൈ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഷെയർ ചെയ്യാൻ ഇഷ്ടമുള്ളത് അത് നിങ്ങൾ ആ ഡാഷിൻ്റെ അവിടെ എഴുതി ചേർക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഒരു ആക്ടിവിറ്റി. അടുത്തത് റീഡ് ആൻഡ് റീജോയ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വായിക്കാനുള്ള ഒരു സ്റ്റോറി അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ബോയ് ആൻഡ് ദ ബേർഡ്. ബേർഡും അതുപോലെ ബോയും തമ്മിലുള്ള ഒരു സ്റ്റോറിയാണ്. ദിസ് ഈസ് റിങ്കു. ഓൾ ഹിസ് ഫ്രണ്ട്സ് ഹാസ് ഗോൺ ഹോം ഫ്രം സ്കൂൾ. അവൻ്റെ പേരാണ് റിങ്കു. അവൻ്റെ എല്ലാ ഫ്രണ്ട്സും സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഹീ ഈസ് വെയിറ്റിംഗ് ഫോർ ഹിസ് ഫാദർ. അവൻ അവൻ്റെ അച്ഛനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. കിയോ കിയോ. റിങ്കു ഹിയർഡ് എ സൗണ്ട്. കിയോ കിയോ എന്ന് പറയുന്ന ഒരു ബേർഡിൻ്റെ സൗണ്ടാണല്ലേ. അപ്പോൾ ആ ഒരു ബേർഡിൻ്റെ സൗണ്ട് റിങ്കു കേൾക്കുകയാണ്. ഇറ്റ് വാസ് ദ ക്രൈ ഓഫ് എ ലിറ്റിൽ ബേർഡ്. ഒരു ചെറിയ ബേർഡിൻ്റെ കരച്ചിലായിരുന്നു അത്. ഇറ്റ് കെയിം ഫ്രം എ പൈൽ ഓഫ് ഡ്രൈ ലീവ്സ്. ഉണങ്ങിയ ചപ്പുചവറുകൾ, ഉണങ്ങിയ ഇലകളുടെ പൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിതയിൽ എന്നാണ് അർത്ഥം. ചിതയിൽ നിന്നായിരുന്നു അത് വന്നിരുന്നത്. റിങ്കു സാറ്റ് ഓൺ ഹിസ് നീസ്. നീസ് എന്ന് പറഞ്ഞാൽ മുട്ടുകാൽ. മുട്ടുകാലിൽ റിങ്കു നിന്നു. ഹീ ഗ്രോപ്ഡ് ത്രൂ ദ ലീവ്സ്. എന്നിട്ട് ആ ലീവ്സുകൾക്കിടയിൽ തപ്പിത്തടഞ്ഞു കൈ വെച്ചിട്ട്. ഹിസ് ഹാൻഡ്സ് സ്റ്റംബ്ലിഡ് ഓൺ എ പുവർ ലിറ്റിൽ ബേർഡ്. അവൻ്റെ കൈകളിൽ ഒരു പാവപ്പെട്ട ചെറിയ ബേർഡ് ഇടറിക്കൊണ്ടിരുന്നു. ഇടറുക എന്ന് പറഞ്ഞാൽ തടഞ്ഞു എന്നാണ് അർത്ഥം. മിയോവ് മിയോവ്. റിങ്കു ഫെൽ ടു ദ പ്രസൻസ് ഓഫ് എ കാറ്റ്. റിങ്കു ഒരു കാറ്റിൻ്റെ പ്രസൻസ് ഉണ്ടെന്ന് അവിടെ മനസ്സിലാക്കി. വിൽ ഇറ്റ് ക്യാച്ച് ദ ചിക്ക്? ഹീ വെറീഡ്. ഈ കാറ്റ് ഈ ഒരു കോഴിക്കുഞ്ഞിനെ പിടിക്കുമോ എന്ന് ആലോചിച്ച് അവന് ഭയങ്കര പരിഭ്രാന്തനായി. ഹീ ത്രൂ എ സ്റ്റോൺ ഓൺ അറ്റ് ദ കാറ്റ്. ആ കാറ്റിൻ്റെ മേലേക്ക് അവനൊരു കല്ലെടുത്തെറിഞ്ഞു. റിങ്കു ജെന്റ്ലി പിക്ക്ഡ് ദ ബേബി ബേർഡ്. ആ ബേബി ബേർഡിനെ റിങ്കു മൃദുലമായി എടുത്തു. വേർ ഈസ് ഇറ്റ്സ് നെസ്റ്റ്? എവിടെയാണ് ഇതിൻ്റെ കൂട്? വേർ ഈസ് ദ മദർ ബേർഡ്? എവിടെയാണ് ഇതിൻ്റെ അമ്മക്കിളി? ഹീ ലിസ്ണഡ് കെയർഫുള്ളി. അവൻ ശ്രദ്ധയോടെ കേട്ടു. ഫൈനലി ഹീ ലൊക്കേറ്റഡ് ദ ട്രീ. എന്നിട്ട് അവസാനം അവന് ആ ട്രീ കണ്ടുപിടിച്ചു. റിങ്കു പുട്ട് ദ ബേർഡ് ഇൻ ഹിസ് പോക്കറ്റ്. റിങ്കു അവൻ്റെ പോക്കറ്റിൽ ആ ബേർഡിനെ ഇട്ടു. ഹീ ക്ലൈംബഡ് ഓൺ ടു ദ ടോപ്പ് ഓഫ് ദ ട്രീ. അവന് ആ ട്രീയുടെ മേലേക്ക് കയറാൻ തുടങ്ങി. ഹീ ഫെൽ ടു ദ ബ്രാഞ്ചസ് ആൻഡ് ലീവ്സ് വിത്ത് ഹിസ് ഹാൻഡ്സ് ടു ഫൈൻഡ് ദ നെസ്റ്റ്. അവൻ ബ്രാഞ്ചസും അതേപോലെ നെസ്റ്റിൻ്റെ ലീവ്സൊക്കെ പിടിച്ച് കയറാൻ തുടങ്ങി. അറ്റ് ലാസ്റ്റ് ഹീ ഫൗണ്ട് ദ നെസ്റ്റ്. അവസാനം അവൻ ആ കിളിക്കൂട് കണ്ടുപിടിച്ചു. റിങ്കു ടുക്ക് ദ ബേർഡ് ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ്. അവൻ്റെ പോക്കറ്റിൽ നിന്ന് അവൻ ആ ബേർഡിനെ എടുത്തു. ഹീ കെയർഫുള്ളി പ്ലേസ്ഡ് ഇറ്റ് ഇൻ ദ നെസ്റ്റ്. അവൻ അതിനെ ശ്രദ്ധയോടെ അതിൻ്റെ കൂട്ടിലേക്ക് വെച്ചു കൊടുത്തു. ദ ബേബി ബേർഡ് ചീർപ്പിഡ് ഹാപ്പിലി. ആ ബേബി ബേർഡ് സന്തോഷത്തോടു കൂടി ചിലയ്ക്കാൻ തുടങ്ങി. ദ മദർ ബേർഡ് ലുക്ക്ഡ് അറ്റ് ദ ബോയ് താങ്ക്ഫുള്ളി. നന്ദിയോട് കൂടിയിട്ട് ആ മദർ ബേർഡ് ആ ബോയെ നോക്കി. ബട്ട് ഹീ കുഡിൻ സീ ദ ബേർഡ്. പക്ഷേ അവന് ആ ബേർഡിനെ കാണാൻ സാധിച്ചില്ല. ഹി വാസ് ബ്ലൈൻഡ്. അവനൊരു അന്ധനായിരുന്നു. അവന് കണ്ണ് കാണില്ലായിരുന്നു. അപ്പം എത്രയും കൈൻഡ്ഫുൾ ആണല്ലേ ആ ഒരു ബോയ്. അടുത്തത് ആക്ടിവിറ്റി 15. റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. നിങ്ങളോട് ഈ ഒരു സ്റ്റോറി നിങ്ങളുടെ വേർഡ്സിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് നോക്കാം. ഒന്നാമത്തേത്, വാട്ട് ഡിഡ് സഷാസ് മദർ ഡു? എന്താണ് സഷയുടെ അമ്മ ചെയ്തത്? വാട്ട് വാസ് സഷാസ് ഫാദർ ഡൂയിങ്? എന്താണ് സഷയുടെ ഫാദർ ചെയ്യുന്നത്? വാട്ട് ഡിഡ് സഷ ഡു? എന്താണ് സഷ ചെയ്തത്? ഹൂ ഡിഡ് സഷ സീ നിയർ ദ ഡോർ? ആരെയാണ് ഡോറിൻ്റെ അടുത്ത് സഷ കണ്ടത്? അടുത്തത്, വാട്ട് ഡിഡ് സഷ ആൻഡ് നവീൻ ഹിയർ? എന്താണ് സഷയും നവീനും കേട്ടത്? വാട്ട് ഡിഡ് സഷ ഗീവ് കവിത? കവിതയ്ക്ക് സഷ എന്താണ് നൽകിയത്? വാട്ട് ഹാപ്പൻ ഇൻ ദ സ്കൂൾ അസംബ്ലി? എന്താണ് സ്കൂൾ അസംബ്ലിയിൽ നടന്നത്? എവരിബഡി ബിക്കെയിം ഹാപ്പി. വൈ? എല്ലാവരും ഹാപ്പിയായി. എന്തുകൊണ്ട്? നരേറ്റ് ദ സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്. യു മേ ഡ്രോ പിക്ചേഴ്സ് ആസ് വെൽ. നിങ്ങളോട് ഈ ഒരു സ്റ്റോറി നിങ്ങളുടെ വേർഡ്സിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കുള്ളൊരു വർക്കാണ്. അതിൻ്റെ പിക്ചേഴ്സും കൂടെ അതിൻ്റെ താഴത്ത് വരച്ച് ചേർക്കാം. അപ്പോൾ ഇത് കൂട്ടുകാർ ചെയ്യേണ്ട ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി അവിടെ എഴുതി ചേർക്കാം.
അടുത്തത് ആക്ടിവിറ്റി 16 ഒബ്സർവ് ദ പിക്ചേഴ്സ് റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. അതിന് താഴെ മൈ ക്രിയേറ്റീവ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിക്ചേഴ്സ് നമ്മളോട് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഈ ഒരു പിക്ചറിൽ നിന്ന് സ്റ്റോറി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. വൺസ് ദർ ലിവ്ഡ് എ ഗേൾ ഇൻ എ സ്മോൾ വില്ലേജ് നിയർ എ ഫോറസ്റ്റ്. ഒരു കാടിൻ്റെ അടുത്ത് ഒരു സ്മോൾ വില്ലേജിൽ ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു. ഹെർ നെയിം വാസ് മീന. അവളുടെ പേര് മീന എന്നാണ്. ഷീ ഹാഡ് ഗോഡ്സ്. അവൾക്ക് എന്താണ്, ആടുകളുണ്ട്. ബിട്ടു ആൻഡ് മിട്ടു. അവരുടെ പേരാണ് ബിട്ടു ആൻഡ് മിട്ടു. വൺ ഡേ മീന വെൻ ടു ഫ്രണ്ട് ക്യാരിയിങ് എ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് ഫ്രൂട്ട്സ് ടു ഗിഫ്റ്റ് ഹെർ. ഒരു ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ് മീന. അവൾക്ക് ഗിഫ്റ്റായിട്ട് കുറച്ച് ഫ്രൂട്ട്സ്, ബാസ്ക്കറ്റിൽ ഫുള്ള് ഫ്രൂട്ട്സും കരുതിയിട്ടുണ്ട്. ഷീ ഹാഡ് ടു ക്രോസ് ദ ഫോറസ്റ്റ് ടു റീച്ച് ഹെർ ഫ്രണ്ട്സ് ഹൗസ്. അവൾക്ക് ഫോറസ്റ്റ് കടന്നിട്ട് വേണം ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാൻ. ദർ വെർ മെനി എനിമൽസ് ഇൻ ദ ഫോറസ്റ്റ്. ഒരുപാട് എനിമൽസ്, ഒരുപാട് മൃഗങ്ങളുണ്ട് ആ ഒരു ഫോറസ്റ്റിൽ. ദ എനിമൽസ് സോ മീന വാക്കിംഗ് വിത്ത് ദ ബാസ്ക്കറ്റ് ആൻഡ് ഡിസൈഡഡ് ടു ടേക്ക് ദ ഫ്രൂട്ട്സ് ഫ്രം മീനാസ് ബാസ്ക്കറ്റ്. മീന ബാസ്ക്കറ്റ് ആയിട്ട് നടന്നു പോകുന്നത് എനിമൽസ് കാണുകയാണ്. അവർ തീരുമാനിക്കുകയാണ് മീനയുടെ ബാസ്ക്കറ്റിൽ നിന്ന് നമുക്ക് ഫ്രൂട്ട്സ് എടുക്കാമെന്ന് അവർ തീരുമാനിക്കുകയാണ്. ഫസ്റ്റ് ദ എലിഫൻറ്റ് ടുക്ക് ദ ഓറഞ്ച്. ഫസ്റ്റ് എലിഫൻ്റ് ആണ് ഒരു ഓറഞ്ച് എടുത്തത്. ദെൻ ദ മങ്കി ടുക്ക് ദ ബനാന. പിന്നീട് മങ്കി, അതായത് കുരങ്ങാണ് ഒരു ബനാന എടുത്തത്. നെക്സ്റ്റ് ദ ജിറാഫ് ടുക്ക് ദ പൈനാപ്പിൾ. പിന്നീട് ജിറാഫ് ഒരു പൈനാപ്പിൾ എടുത്തു. ഓൾ ദ അതർ എനിമൽസ് ടുക്ക് ദ ഫ്രൂട്ട്സ് വൺ ബൈ വൺ. പിന്നീട് എല്ലാ എനിമൽസും ഓരോന്നോരോന്നായിട്ട് ഫ്രൂട്ട്സ് എടുക്കാൻ തുടങ്ങി. അറ്റ് ലാസ്റ്റ് ദ പാരറ്റ് ടുക്ക് ദ പ്ലം ആൻഡ് ദ ബാസ്ക്കറ്റ് വാസ് എംറ്റി. ലാസ്റ്റ് എന്താണ്, പാരറ്റ് ഒരു പ്ലമ്മും കൂടെ എടുത്ത് പിന്നീട് ആ ബാസ്ക്കറ്റ് ഫുള്ള് എംറ്റി ആയി. മിട്ടു വാസ് വാച്ചിങ് ഓൾ ദിസ്. മിട്ടു ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഹീ ഫെൽ ടു പിറ്റി ഫോർ മീന. മീനയോട് അവൻക്ക് സഹതാപം തോന്നി. When Meena reached near a mango tree, Mittu ran and shook the mango tree with his horns. റീന ഒരു മാംഗോ ട്രീയുടെ അടുത്തെത്തിയപ്പോൾ മിട്ടു അവൻ്റെ ഹോൺസ് മീൻസ് എന്താണ്, കൊമ്പുകൾ കൊണ്ട് ആ മാംഗോ ട്രീ കുലുക്കാൻ തുടങ്ങി. കോസിങ് മെനി മാംഗോസ് ടു ഫാൾ ഇൻ ടു മീനാസ് ബാസ്ക്കറ്റ്. മീനയുടെ ബാസ്ക്കറ്റിലേക്ക് ഒരുപാട് മാംഗോസ് എന്താണ് അതിലേക്ക് വീഴാൻ തുടങ്ങി. വെൻ മീന റീച്ച്ഡ് ഹെർ ഫ്രണ്ട്സ് ഹൗസ് ഷീ കെപ്റ്റ് ഹെർ ബാസ്ക്കറ്റ് ഡൗൺ. മീന അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവൾ ആ ബാസ്ക്കറ്റ് താഴെ ഇറക്കി വെച്ചു. ഷീ വാസ് സർപ്രൈസസ് ടു സീ എ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് മാംഗോസ്. അവൾ ആ ബാസ്ക്കറ്റ് ഫുള്ള് മാംഗോസ് കണ്ടിട്ട് അവൾ ആകെ അത്ഭുതപ്പെട്ടു പോയി. ഷീ ഗിഫ്റ്റഡ് ദ സ്വീറ്റ് മാംഗോസ് ടു ഹെർ ഫ്രണ്ട് ആൻഡ് ദേ ബോത്ത് വെർ ഹാപ്പി. അവൾ ആ സ്വീറ്റ് ആയിട്ടുള്ള മാംഗോസ് അവളുടെ ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യുകയും അവർ രണ്ടുപേരും ഹാപ്പി ആവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചിത്രം നോക്കിയിട്ട് സ്റ്റോറി എഴുതേണ്ടത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എല്ലാ ആക്ടിവിറ്റീസും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയൊക്കെ ആക്ടിവിറ്റീസാണ് നിങ്ങൾക്ക് ഈ ഒരു പാഠത്തിൽ തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും കൂട്ടുകാരെല്ലാവരും എഴുതിയെടുക്കണേ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ വീഡിയോ കാണാത്ത എല്ലാ കൂട്ടുകാരും അത് പോയി കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.